ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ ഞാനും മക്കളും സുഖമായിട്ട് ഇരിക്കണു കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് പുറത്തു പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല മഴയൊക്കെയല്ലേ മക്കളെ? അപ്പോൾ ഈ പ്രാവശ്യം മഴ നേരത്തെ വന്നുല്ലേ, വേനൽക്ക് തന്നെ മഴ വന്നു അറിയാം. അതുകൊണ്ട് തന്നെ ചൂടിന് ഇത്തിരി ശമനമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. കുറേ ദിവസമായി മിന്നുവിൻ്റെയും പൊന്നുവിൻ്റെയും മുടി വെട്ടാനും വേണ്ടി കണ്ട് നോക്കിക്കണം കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികളായിട്ടുണ്ടാവും. ഒന്നാമത് നമ്മൾ ലേഹം വരകുമ്പോൾ അത് ഇങ്ങോട്ട് തീരുമ്പോഴത്തേനും അടുത്ത വരകലാവും. ഇവരൊന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് കുറേ ദിവസമായി കരുതണം കേട്ടോ. ഒന്ന് ഷെയ്മോളൊക്കെ ഉണ്ട്, ഷെയ്മോളൊക്കെ കുറേ ദിവസമായി പറയണം പുറത്തൊന്ന് കൊണ്ടുപോകും അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. അന്ന് എനിക്ക് എന്തായാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്, അപ്പോൾ അതിനൊക്കെ ഒന്ന് പുറത്ത് പോവാണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ ഓലും കൂടിയും പോന്നോട്ടെ, ഓൽക്കൊരു ഔട്ടിങ്ങൊക്കെ ആവുമല്ലോ കരുതി ഞങ്ങൾ മഞ്ചേരി പോയത് കേട്ടോ. അപ്പോൾ മുത്തുമണികളെ മുടി രണ്ടാളതും ഒരേപോലെ വെട്ടി. ഞാൻ പറഞ്ഞ പോലോട് ഹിന്ദിക്കാരാണ് കേട്ടോ, ഓൽക്ക് മനസ്സിലാണില്ല ഞാൻ പറഞ്ഞിട്ട്. മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് വെട്ടി തരികയായിരുന്നപ്പോളേ അയാൾ മുഖത്തേക്ക് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു അപ്പാച്ചി വെട്ടിക്ക് കളിയായിരുന്നു. എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പം തന്നെ മുടി നേരത്തെ അങ്ങോട്ട് വെട്ടായിരുന്നിട്ടേ. ഇതിൻ്റെ അടിയിൽ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഓല് ആ ഒരു എന്താ പറയുക ഈസി ഗ്ലൈഡ് കൊണ്ട് മുടി വാർന്ന് ഒരു വാഗൊക്കെ ഇതാക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വളരട്ടെ എന്നിട്ടൊക്കെ ഒന്ന് ശരിയായി ഉഷാറാവട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് കരുതിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ അടുപ്പിച്ച് ചെയ്താലേ എന്നാൽ പിന്നെ പെരുന്നാളിന് പരക്കം പായണ്ടല്ലോ. അപ്പം മുടിയെട്ടിലൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഷെയ്മോളും മിച്ചുമോളും ലിനുമോളും വണ്ടിയിലിരുന്നു കേട്ടോ. കാര്യമായിട്ട് ഒരു പോന്നെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചായ കുടിച്ചാനൊക്കെയാണ് കേട്ടോ. കാക്കു പറയും ചായ കുടിച്ചാനൊന്നും പോലെ കൊണ്ടുപോകാൻ പറ്റൂല, ആകെ ഇരപ്പാക്കും അവിടെയും ഇവിടെയൊക്കെയാണ്. എന്നാലും കുട്ടികളല്ലേ, അപ്പോൾ ഞാൻ പറയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊന്ന് പോവാറിന് കണ്ടി. ഷെയ്മോൾ എപ്പോഴും പറയും ഇവിടെ മഞ്ചേരി ബഡ്ജറ്റിൽ പോകും. ഇവിടെ ബഡ്ജറ്റ് കണ്ടിട്ടില്ല കേട്ടോ, നമ്മളെ പുതിയ ബഡ്ജറ്റ് തുടങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ അത് കണ്ടിട്ടില്ല. അത് വലിയൊരു ലോകമാണ്, കുറേ കാണാനൊക്കെ ഉണ്ട്. ഒരിക്കൽ ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു സാധനം എടുക്കാൻ അല്ലേ, പെരുന്നാളിൻ്റെ സാധനമൊക്കെ എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ചെറിയ ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കൾ കൊണ്ട് പോവുമല്ലേ, അപ്പം എന്നാൽ ലേസം പഞ്ചാരയും ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണം, അതൊക്കെ ഒന്നാണ് വാങ്ങാൻ എഴുതിക്കാണ്ട്. ആ കുട്ടികളൊന്നാണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കും ചെയ്യാലും എഴുതിക്കാണ്ട്. പുറത്ത് പോകുമ്പോൾ നല്ല രസമല്ലേ, ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി കുട്ടികൾക്ക് ചായ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. ഒന്നാമത് എന്താ ഓലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ പരക്കം പാച്ചിലാരും. ഇതിൻ്റെയൊക്കെ വോയിസ് ഞാൻ തുറന്ന് വിട്ടാണ്ടല്ലോ നിങ്ങൾ ചിരിച്ചിട്ട് കുഴങ്ങും. പിന്നെ എന്താണെന്നോ അതിൻ്റെ അടിയിൽ ഈ സോങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റിൽ പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും കരുതി ഞാൻ അങ്ങോട്ട് ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ പാലാണ് എടുക്കുന്നത് കേട്ടോ. ഇത് കുടിച്ചണ പാലാണല്ലോ മക്കളെ. ഇത് ഒരിക്കൽ ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മിന്നും പൊന്നും ഓടി വന്നു കേട്ടോ. ആ ട്രോളിക്ക് തല്ലൂടായിരുന്നു കേട്ടോ. അവസാനം 2 ട്രോളി എടുക്കേണ്ടി വന്നു കേട്ടോ. 2 ട്രോളിക്കുള്ള സാധനം അല്ലെങ്കിലും കുട്ടികളല്ലേ, അപ്പോൾ ഓൾക്ക് രണ്ടാൾക്ക് ഉന്താൻ തല്ലൂടുക. ഈ വണ്ടി ഉന്താനേ, ഈ ട്രോളി ഉന്താനും വേണ്ടി തല്ലൂടുക. ഇപ്പം 2 ട്രോളിക്കുള്ള സാധനമില്ല, പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു എന്തോ തോന്നുന്നു. അപ്പോൾ കാക്കു പറഞ്ഞാൽ അങ്ങോട്ട് എടുത്തുകൂട്, കുട്ടികളെ പൂതിയല്ലേ പറഞ്ഞപ്പോഴേ അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെന്താ ആ പാലും കുപ്പി എടുത്തു കേട്ടോ. എന്താ അത് കുടിക്കണ പാലാണ്. ഒരട്ടം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഓലി ഓടി വന്നിക്കാണ്ട് മിന്നും പൊന്നും എടുത്തു കേട്ടോ. ഓൽക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണ്. പിന്നെന്താ ഇതിൽ പോയിക്കാണ്ട് ഓലെന്നെ കണ്ടിട്ട് ആകെ വെപ്രാട്ടോ. ഓലെ ഞാൻ ഇതുവരെ ഈ സൂപ്പർ മാർക്കറ്റിക്കൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ. ഒന്നാമത് തന്നെ ഇങ്ങനെ അതും ഇതും മാന്തി പറിച്ചൊന്ന് കരുതിക്കാണ്ട് ഇപ്പം കുറച്ചൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിക്കണം കേട്ടോ. അത് എടുക്കാൻ പാടില്ല, ഇത് എടുക്കാൻ പാടില്ല, ഒലി ചീത്താറിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കയറ്റിയിരിക്കണം കേട്ടോ. എന്നാലും പൊന്നുമല്ലേ, മിന്നു പിന്നെ അടങ്ങിക്കൂട്ടോ. പൊന്നു ഭയങ്കര വികൃതിയാണ്, ഓള് എല്ലാം നുള്ളി പൊറുക്കും. അതുകൊണ്ട് തന്നെ ഓളെ കയ്യെ ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് നിൽക്കലാണ് കേട്ടോ. പിന്നെന്താ നമ്മളെ ഈ ചുമോളാണ് വണ്ടി തള്ളണോ കേട്ടോ. പിന്നെ അങ്ങനെ വല്ലാതെ വീഡിയോസ് എടുക്കാനൊന്നും കൂടിയില്ല, കാരണം അവിടെ കുറേ പെണ്ണുങ്ങളുണ്ട്. കാക്കുവാണ് വീഡിയോ എടുക്കുന്നത്. കാക്കുവിനോട് ഞാൻ പറഞ്ഞു ക്യാമറ ഒന്ന് പിടിച്ച് തരികയായിരുന്നു ഞാൻ. അപ്പോൾ കാക്കു പറഞ്ഞു കുറേ പെണ്ണുങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഒന്ന് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഓല് സാധനം എടുക്കാനൊക്കെ ഒന്ന് ഞായറാഴ്ചയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നു കേട്ടോ. ഞായറാഴ്ച പൊതുവേ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഓലൊക്കെ എടുക്കുമ്പോൾ മോശത്തരല്ലേ കരുതിക്കാണ്ട്, എന്നാലും കഴിയണ പോലെയൊക്കെ എല്ലാവരും മറച്ച് കണ്ടൊക്കെ വീഡിയോസ് എടുത്തു കേട്ടോ കാക്കു. പിന്നെന്താ അങ്ങനെ ആലോചിച്ചാണ് ഓരോന്ന് എടുത്തുകാണ്ട് കേട്ടോ, എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന്. നമുക്കിങ്ങനെ പെട്ടെന്ന് ചെല്ലുമ്പോഴേ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്നാലും നമ്മളിങ്ങനെ ഓരോ വിലകൾ നോക്കിക്കാണ്ട് എടുക്കൂലേ, ഞാൻ അങ്ങനെ എടുക്കുക കേട്ടോ. എന്താണെന്നോ
പിന്നെ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഓലിങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ നമുക്ക് പൊറുതിയാടല്ലേ. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് കേട്ടോ. അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇനി കുട്ടികൾക്ക് മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതികാണ്ട് ഈ ഒരു സൈഡിൽ നിറച്ച് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ലേസം ബീട്രൂട്ട് കുറവുണ്ടായിരുന്നു നമ്മളെ ലേഹ്യത്തേക്ക്. അപ്പോൾ ഊട്ടീൻ്റെ കണ്ടപ്പോഴേ ഊട്ടിയും അതുപോലെ നാടനും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഊട്ടി നല്ല ചുമപ്പ് ഉരുണ്ടിട്ടായിരിക്കും, നല്ല ഭംഗിയായിരിക്കും, നീരെടുക്കുമ്പോൾ ഭയങ്കര ചുമപ്പായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കണ്ടപ്പോഴേ രാവിലെ കാക്കു നമ്മളെ ഇതിൽ പോയിക്കാണ്ടാണ് എടുക്കൽ കേട്ടോ. നമ്മളെ ചന്തയിൽ പോയിക്കാണ്ട് രാവിലെ മഞ്ചേരി ചന്തയിൽ ഒരു 5:30 ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രഷ് കിട്ടും കേട്ടോ. നല്ല റേറ്റ് കമ്മിയായിട്ട് തന്നെ കിട്ടും. ആ ലോഡ് ഇറക്കുന്ന ടൈമിൽ ഒരു വീഡിയോസിൽ ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടില്ല, ഞാനും കാക്കും പോയി എടുക്കണത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി അങ്ങനെ എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ കാക്കുവാണ് പോവല്, ഞാൻ പോലില്ല. എനിക്ക് മടിയാണ് രാവിലെ നീച്ചാൻ കേട്ടോ. രാവിലെയൊക്കെ നീച്ചുകാണ്ട് ആ ഒരു ഇതിൽ പോയി നിൽക്കുമ്പോൾ ഒരു തണുപ്പും കുഴക്കും എന്തൊക്കെയാ പറയാൻ കൂടിയാട് ഉണ്ടാവില്ല. അപ്പം ഞാൻ പോവലില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഊട്ടീൻ്റെ കണ്ടപ്പോൾ കാക്കുവിനോട് പറഞ്ഞു കുറച്ചെടുത്തോളി, ബാക്കി രാവിലെ നിങ്ങൾ അവിടുന്ന് പോയി എടുത്തോണ്ടിയായിരുന്നു. കുറച്ച് തന്നെ ഉള്ളായിരുന്നു കേട്ടോ ബീട്രൂട്ട്. അത് ലേസം എടുത്ത് പോന്നു കേട്ടോ. അത് കഴിഞ്ഞുകൊണ്ട് ലേസം ഒരു ചെറിയൊരു പൈസക്ക് ഒതുങ്ങണ സാധനങ്ങളൊക്കെ വാങ്ങി, പഞ്ചാര, ചായപ്പൊടി, അതുപോലെ നമ്മളെ പുട്ടും പൊടി ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെയാണ് മെല്ലെ പോകുന്നു. കുട്ടികൾക്ക് കുറച്ച് മുട്ടായും അതുപോലെ ബ്രെഡൊക്കെ വാങ്ങിക്കാണ്ട് എല്ലാം അങ്ങോട്ട് മുങ്ങിട്ടോ. അത് കഴിഞ്ഞാണ്ട് ചായ കുടിച്ചാൻ കയറിയതാട്ടോ. അപ്പോൾ എന്നാരോ മക്കളെ ഇവലും കൊണ്ടൊക്കെ ചായ കുടിച്ചാൻ കയറി കഴിഞ്ഞാൽ അപ്പുറത്തൊരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ അറിയണ താത്തയാണ്, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത താത്തയാണ്. അത് കണ്ടപ്പോൾ തന്നെ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും കുട്ടികളെയും കണ്ടപ്പോൾ ഇവരെ വെപ്രാളം കണ്ടിട്ടേ കുഞ്ഞുമണിയാളം നിങ്ങൾക്ക് അറിയില്ലേ, ഇവിടെയും തന്നെ വോയിസ് ഓവർ കൊടുക്കുക, വോയിസ് വിട്ടാൽ പെരും മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒച്ചയും പുളിയൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാരും കരുതി കണ്ട്. എൻ്റെ ഡ്രസ്സാണ് ഷെയ്മോൾ ഇട്ടിക്കണത് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഓളിട്ടിട്ട്. ഞാൻ പറഞ്ഞു ഈ ഇട്ടോടി. അതിൻ്റെ കഴുത്ത് ഇങ്ങനെ കുടുങ്ങി നിന്നപ്പോഴേ കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്താണ്, നമ്മളാ വീഡിയോസിലൊക്കെ കണ്ടില്ലേ. എനിക്ക് അതിൻ്റെ കഴുത്ത് ഇങ്ങനെ നമ്മളെ ചങ്കിന് ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോഴേ ഒരു പിത്തന, ഒരു ഇടങ്ങേറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇട്ടോ നല്ല രസമുണ്ട്. എനിക്കും ഓൾക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഡ്രസ്സായി തുടങ്ങിയിരിക്കണം കേട്ടോ. എൻ്റെ ഡ്രസ്സ് തന്നെ ഓളിടും, ഓളെ ഡ്രസ്സ് ഞാനിടും, അങ്ങനെയൊക്കെ. പിന്നെന്താ ഇച്ചുമോള് മസാല ദോശ ചോദിച്ചിരുന്നു കേട്ടോ. പക്ഷെ അവിടെ മസാല ദോശ തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ബീഫ് ദോശയും ചിക്കൻ ദോശയൊക്കെയാണ് കിട്ടിയിരുന്നത്. ഞാൻ നെയ് റോസ്റ്റ് വാങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ദോശയൊക്കെ അവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ദോശയാണ് എന്ന് പറഞ്ഞു. എനിക്ക് ചിക്കൻ വേണ്ടായിരുന്നു ഞാൻ കേട്ടോ. എനിക്ക് ഇപ്പോൾ കൂടുതലായിട്ട് വെജിറ്റേറിയനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മക്കൾക്ക് ഭയങ്കര സന്തോഷമായി ഈ മിന്നും പൊന്നും ലീനും ഒക്കെ കാട്ടണണ്ടില്ലേ. എന്തായാലും അവിടുത്തെ ചായയും വെള്ളവും ഒക്കെ തട്ടിമറിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇരപ്പാക്കിയിട്ടാണ് പൂ നിൽക്കുന്നത് കേട്ടോ. ഇതാ കാക്കുവിന് ദേഷ്യം പിടിച്ചിരിക്കണം. കാക്കു ഇങ്ങനെ ചീത്ത അറിയായിരുന്നു. ഇതന്നെ ഞാൻ പറഞ്ഞ പോലും കൊണ്ട് കയറണ്ടാന്ന്. പക്ഷെ കുട്ടികളെ സന്തോഷമല്ലേ, ചെറുപ്പത്തിൽ നമുക്ക് ഓൽക്ക് പോലെ സന്തോഷം കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കണം അല്ലേ. ഇതിനൊക്കെ 10 പൈസയൊന്നും ഇല്ലല്ലോ, ഒരു ദോശയും ചായയൊക്കെ വാങ്ങിക്കൊടുക്കാൻ. ഷെയ്മൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ പാത്രം കഴുകുക, ഞാൻ അടിച്ചുവരി തുടക്കുക, ഈ ഒരു പണി മാത്രമേ എനിക്ക് തരുള്ളൂ എന്ന് ഇങ്ങനെ ഓള് പറയും. അപ്പോൾ കുട്ടികളല്ലേ ഒന്ന് കയറി സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ചായ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പോരാന്ന് കരുതി. ഇത് പിന്നെ ഈ പരിപാടിക്ക് നിൽക്കലില്ല കേട്ടോ. ഞാൻ അന്നത്തെ വ്ളോഗിലും ഇല്ലേ 2 ദിവസം മുന്നേ ഉമ്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ വ്ളോഗിലും അല്ല ഓൻ പറഞ്ഞാൽ അല്ല നിങ്ങൾ പോയിക്കോളി, എനിക്കില്ല ഒരു ദോശയോ എന്തെങ്കിലും എനിക്ക് കൊടുന്നുകൊണ്ടിയായിരുന്നു. ഓനറിയാം പോന്നാൽ എന്താ ഉണ്ടാകുക എന്ന്. അപ്പുറത്ത് ചായയും ചിന്തി ഇപ്പുറത്ത് ജ്യൂസും ചിന്തി. അതിൽ പിന്നെ പെട്ടെന്ന് എണീറ്റ് പോന്നു കേട്ടോ. പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.